നമസ്കാരം, നേഷൻ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ശാസ്ത്രത്തിന്റെ പിതാവ് ആരാണ്? വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോ മുഴുവനായിട്ട് കാണുക. ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ശാസ്ത്രജ്ഞനും ഗണിതശാസ്ത്രജ്ഞനുമായ ഗലീലിയോ ഗലീലിയാണ്. ആധുനിക ശാസ്ത്രീയ രീതിയുടെ വികാസത്തിൽ അദ്ദേഹം നൽകിയ സംഭാവനകൾ കാരണമാണ് അദ്ദേഹത്തെ ഇങ്ങനെ വിശേഷിപ്പിക്കുന്നത്. വിശ്വാസിയായിരുന്നിട്ടും ശാസ്ത്ര സത്യങ്ങൾ വിളിച്ചു പറഞ്ഞതിന് അദ്ദേഹം പള്ളിക്കാരുടെ കണ്ണിൽ കരടായി. ദൂരദർശിനി കണ്ടുപിടിച്ചത് ഗലീലിയോ അല്ല, പക്ഷേ അദ്ദേഹം അത് പരിഷ്കരിച്ചു. ചലനം സംബന്ധിച്ച ആദ്യ നിയമം എഴുതി. പരീക്ഷണങ്ങളിൽ മുഴുകി കോപ്പർനിക്കസിന്റെ സിദ്ധാന്തങ്ങളെ ശരിവെച്ച് അവയ്ക്ക് ഫലപ്രദമായ അടിത്തറയും ന്യായീകരണങ്ങളും നൽകി. ജ്യോതിശാസ്ത്രത്തിന്റെയും ഭൗതികശാസ്ത്രത്തിന്റെയും പിതാവായും ഗലീലിയോ അറിയപ്പെടുന്നു. 1564 ഇറ്റലിയിലെ പിസയിലുള്ള ജിയുസ്തി തെരുവിലെ വീട്ടിൽ ഫെബ്രുവരി 15 ഗലീലിയോ ജനിച്ചത്. 1642 ജനുവരി 8 അന്ത്യം. ശാസ്ത്രജ്ഞനായ വിൻസെന്റോ ഗലീലിയാണ് ഗലീലിയോയുടെ പിതാവ്. പിസ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന സമയത്ത് സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം ഗലീലിയോ പഠിത്തം നിർത്തി. 1589 അദ്ദേഹം ഗണിത അധ്യാപകനായി. 1610 വരെ ബൗദ്ധ സർവകലാശാലയിൽ ജോമെട്രി, മെക്കാനിക്സ്, ജ്യോതിശാസ്ത്രം എന്നീ വിഷയങ്ങളിൽ അധ്യയനം നടത്തി. ആ കാലത്തായിരുന്നു ഗലീലിയോ ചരിത്രപരമായ കണ്ടുപിടുത്തങ്ങൾ നടത്തിയത്. ഗണിതശാസ്ത്രത്തെ അടിസ്ഥാനമാക്കി ഗലീലിയോ നടത്തിയ പരീക്ഷണങ്ങളുടെ വിജയം മറ്റ് പരീക്ഷണങ്ങൾക്കും വഴി തെളിയിച്ചു. അതിനാൽ അദ്ദേഹം ശാസ്ത്രത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെട്ടു. 1600 ജ്യോതിശാസ്ത്രജ്ഞരിൽ 2 തരം അഭിപ്രായം നിലനിന്നു. ഇവരിൽ ഒരു കൂട്ടർ ഗ്രഹങ്ങൾ സൂര്യനെ വലം വെക്കുന്നു എന്ന കോപ്പർനിക്കൻ രീതി ശരിവെച്ചു. മറ്റു ചിലർ ഗ്രഹങ്ങളും സൂര്യനും ഭൂമിയെ വലം വെക്കുന്നു എന്ന ജിയോ സെൻട്രിക് രീതിയാണ് ശരിയെന്നും വിശ്വസിച്ചു. 1604 ഗലീലിയോ കോപ്പർനിക്കൻ ചിന്താഗതിക്ക് പിന്തുണ പ്രഖ്യാപിച്ചു. ഇത് റോമൻ കത്തോലിക്ക പള്ളിയും ഗലീലിയോയും തമ്മിൽ അഭിപ്രായ ഭിന്നതയുണ്ടാക്കി. കത്തോലിക്ക സമൂഹം അക്കാലത്ത് ജിയോ സെൻട്രിക് ചിന്താഗതി വിശ്വസിച്ചിരുന്നവരായിരുന്നു. ഗലീലിയോയുടെ നിരീക്ഷണങ്ങൾ പുതിയ കണ്ടുപിടുത്തങ്ങൾക്കും വിവാദങ്ങൾക്കും വഴി തെളിയിച്ചു. ചന്ദ്രബിംബത്തിൽ പർവ്വതങ്ങളും ഗർത്തങ്ങളും ഉണ്ടെന്ന് ഗലീലിയോ കണ്ടെത്തി. ചന്ദ്രന്റെ പ്രകാശത്തിന്റെ ഘടനയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പർവ്വതങ്ങളുടെ ഉയരം പ്രവചിച്ചു. അതുവഴി ചന്ദ്രന്റെ പ്രകൃതം ഭൂമിക്ക് സമാനമാണെന്ന് കണ്ടെത്തി. 1611 ഗലീലിയോ നെപ്റ്റ്യൂൺ ഗ്രഹം കണ്ടെത്തി. ഈ കണ്ടെത്തൽ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ മാത്രം ഒതുങ്ങി. പെൻഡുലത്തിന്റെ കണ്ടുപിടുത്തവും അദ്ദേഹത്തിന്റെ മറ്റൊരു പ്രധാനമായ ഒന്നാണ്. പെൻഡുലം ഉപയോഗിച്ച് ക്ലോക്ക് പ്രവർത്തിപ്പിക്കാമെന്ന് കണ്ടുപിടിച്ചത് ഗലീലിയോ ആണ്. വടക്കുനോക്കി യന്ത്രം, കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് തുടങ്ങിയ അനേകം ചെറു കണ്ടുപിടുത്തങ്ങളും ഗലീലിയോയുടെ വകയാണ്. ശാസ്ത്രീയ അന്വേഷണത്തിൽ നിരീക്ഷണത്തിനും പരീക്ഷണത്തിനും ഊന്നൽ നൽകി. സിദ്ധാന്തങ്ങൾ തെളിയിക്കാൻ പ്രകൃതിയെ നേരിട്ട് പഠിക്കുകയും പരീക്ഷണങ്ങൾ നടത്തുകയും ചെയ്തു. ഇത് അക്കാലത്തെ തത്വചിന്തയെ അടിസ്ഥാനമാക്കിയുള്ള ഊഹാപോഹങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു. ഒപ്പം ഈ പ്രതിഭാസങ്ങളെ ഗണിതശാസ്ത്രപരമായി വിശദീകരിക്കാൻ ശ്രമിച്ചു. ഇത് ആധുനിക ഭൗതികശാസ്ത്രത്തിന്റെ തുടക്കമായി കണക്കാക്കപ്പെടുന്നു. ഈ സംഭാവനകൾ ഗലീലിയോയെ ആധുനിക ശാസ്ത്രത്തിന്റെ മുൻഗാമിയാക്കി മാറ്റി. അദ്ദേഹത്തിന്റെ രീതികളും കണ്ടെത്തലുകളും പിന്നീടുള്ള ശാസ്ത്രജ്ഞർക്ക് പ്രചോദനവും അടിത്തറയും നൽകി. അതുകൊണ്ടാണ് ഗലീലിയോ ഗലീലിയെ ശാസ്ത്രത്തിന്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്നത്. ഈ വീഡിയോയിലൂടെ മനസ്സിലായില്ലേ ശാസ്ത്രത്തിന്റെ പിതാവ് ആരാണെന്ന്? ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.